നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 827. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 827. 81 സർഗം പരീക്ഷത്തിൻ്റെ കൃതാർത്ഥത. അതാണ് സർഗം. അപ്പോൾ നമ്മൾ 80 സർഗത്തിൽ അത് കുറച്ച് കമ്പാരിറ്റീവ്ലി പരമാർത്ഥോപദേശം എന്നാണ് പറയാം. പരമാർത്ഥ ഉപദേശം 80 സർഗം. അത് അവസാനത്തെ ശ്ലോകം എന്ന് പറയാൻ 20ാമത്തെ ശ്ലോകം. ചോദിച്ചമട്ട് ഇങ്ങനെ കൃഷ്ണലീല ചൊല്ലിടിനെ ഞാൻ ചിലത് ഇപ്രകാരം, കൃതാർത്ഥനാണ് അങ്ങ് ഇനി വല്ലതും അപ്പോൾ ഇനി വല്ലതും ചെറ്റേതാനും ഉണ്ണിക്കറിയേണ്ടതുണ്ടോ? ഉണ്ണിക്കന ആരാ? പരീക്ഷത്ത് മഹാരാജാവിന് എന്താ പറഞ്ഞത്? ഉണ്ണി കുട്ടിക്ക് വല്ലതും അറിയാണ്ടോന്നാണ് ചോദിച്ചത്. ആ അടുപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയാണ് ആ പരീക്ഷത്തിൻ്റെ കൃതാർത്ഥത എന്താണ് നോക്കുക. ശുഗബ്രഹ്മർഷി അരുളി ചെയ്തൊരാ മധുഭാഷിതം. എത്ര വലിയ മധുരാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. തേനൊലിക്കും. ഉണ്ണീന്ന് വിളിക്കുമ്പോൾ തന്നെ ആ ഒരു അടുപ്പം കാണിക്കുകയാണ്. ശുഗബ്രഹ്മർഷി അരുളി ചെയ്തൊരാ മധുഭാഷിതം നുകർന്ന് ആനന്ദവിവശൻ വിഷ്ണുരാധൻ അലിഞ്ഞുടൻ നമസ്കരിച്ച് തൻ തൃക്കാലടിത്താരിൽ മഹാമതി എണീറ്റ് കൈകൂപ്പി ഉണർത്തിയിടിനാൻ മെല്ലെ. എങ്ങനെ നമുക്കതിങ്ങനെ മനസ്സിൽ കാണാൻ സാധിക്കണം. എത്ര കൃതാർത്ഥതയോട് കൂടിയിട്ടാണ് ഇദ്ദേഹം ഇത് കേട്ടത്. ആ കൃതജ്ഞത അറിയിക്കാൻ വേണ്ടി നീട്ടു. അദ്ദേഹത്തിനെ താണ് വണങ്ങി നമസ്കരിച്ചു, എഴുന്നേറ്റു. എന്നിട്ട് പറയാണ്, അപാര കൃപയാൽ. അപാരം എത്രയെന്ന് പറയാൻ പറ്റില്ല. തനിക്കറിയോ എന്ന് ഞാൻ ഈ രാജ്യത്തുള്ള എല്ലാ ബ്രാഹ്മണന്മാരോടും ചോദിച്ചു. ആർക്കും അറിയില്ല. എന്തറിയില്ല? എന്താണ് 7 ദിവസം മാത്രം ജീവിതം ബാക്കിയുള്ള ഒരാൾ എന്താണ് അറിയേണ്ടത്? അത് അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെയൊക്കെ സ്ഥിതി തന്നെയാണത്. അപ്പോഴാണ് ഇദ്ദേഹം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അവതാരം ചെയ്യുക ചെയ്തത്. ശുഗബ്രഹ്മർഷി ആകാശഗമനം സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അപാര കൃപയാൽ മാത്രം അവിടെ നിന്ന് എന്നെ ഈ വിധം അനുഗ്രഹിച്ച് കേൾപ്പിച്ചു കൃഷ്ണലീല മനോഹരം. അപ്പോൾ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിക്ക് നമസ്കാരമുണ്ട്. കാരണം എന്താ? അദ്ദേഹം എവിടെയാണെങ്കിലും ശരി നമുക്ക് നമസ്കരിക്കാം. അത് ആരാ സ്വീകരിക്കണത്? ഭഗവാൻ സ്വീകരിച്ച് നമ്മൾ അനുഗ്രഹിക്കാതെ കൊണ്ടിരിക്കില്ല. കാരണം അപാരകൃപയാൽ മാത്രം അവിടുന്ന് എന്നെ ഈ വിധം അനുഗ്രഹിച്ചു കേൾപ്പിച്ചു കൃഷ്ണലീല മനോഹരം. കൃതാർത്ഥനായേൻ അടിയൻ ഞാൻ, എനിക്ക് കൃതാർത്ഥനായി ധന്യനായേൻ മഹാപ്രഭു. ഭാഗവതം പറഞ്ഞു തരുന്ന ആളാരാ? മഹാപ്രഭു. അതായത് വ്യാസരെ രചിച്ചു, തൻ്റെ മകനെ ഉപദേശിച്ചു. ആ മകൻ പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിച്ചു. കൃതാർത്ഥനായേൻ അടിയൻ ധന്യനായേൻ മഹാപ്രഭു. അവിടേക്ക് ഈ വിധം തോന്നിയതില്ല ഏതും അത്ഭുതം. എന്നെ വന്ന് അനുഗ്രഹിക്കണം, ഇതൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണം, ഇവിടെ ഉള്ളവരേനൊക്കെ ഒരേപോലെ ബോധോന്മുഖന്മാരായിരിക്കണം എന്ന് അങ്ങക്ക് തോന്നി തന്നെ ഈശ്വരൻ്റെ കൃപാകടാക്ഷ. അതുകൊണ്ടാണ് പറഞ്ഞത്, അകവും പുറവും സർവം ഭഗവന്മയമാം വിധം. അകത്തും പുറത്തും നോക്കുന്നതും കാണപ്പെടുന്നതെല്ലാം ഭഗവന്മയമാക്കി തീർത്തു. അതെന്നെ വാക്ചാതുര്യം. അതുകൊണ്ടാണ് അകവും പുറവും സർവം ഭഗവന്മയമാം വിധം സർവേശ്വരനെ ഉൾക്കാമ്പിൽ ഉപാസിച്ചു നിരന്തരം. എവിടെ? അമ്പലത്തിൽ പോയിട്ടല്ല, ഉൾക്കാമ്പിൽ ഹൃദയഗഹ്വരത്തിൽ നിവസിക്കുന്ന തേജോപുഞ്ചത്തിനെ
ഭഗവാനായിട്ട് കാണാനുള്ള ത്വരിത ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. വിളങ്ങും അവിടത്തെ പോലെയും സൗഭാഗ്യശാലികൾ, അങ്ങയെപ്പോലെ എത്രയോ ദുർലഭം ആണ് സൗഭാഗ്യശാലികൾ. സംസാരതപ്തമാം വിശ്വം കരുണാമൃതവൃഷ്ടിയാൽ, സംസാരതപ്തമാം സംസാരമാകുന്ന ചൂട് അനുഭവിക്കുന്ന വിശ്വത്തിലുള്ളവരെ കരുണാമൃതവൃഷ്ടിയാൽ കരുണയാകുന്ന അമൃതവൃഷ്ടി കൊണ്ട് പുഷ്ടിപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. കുളിർപ്പിച്ചു തളിർപ്പിക്കുവതിൽ അത്ഭുതം ഗുരു. കുളിർപ്പിച്ചു തളിർപ്പിക്കും അതിൽ എന്തത്ഭുതം ഗുരു. പലേ മട്ടിലും എങ്ങെങ്ങും പുണ്ടരീകായതാക്ഷനെ. എവിടൊക്കെ നോക്കണു അവിടൊക്കെ താമരദള നയനനെ കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും നമുക്ക്. പലേ മട്ടിലും എങ്ങെങ്ങും പുണ്ടരീകായതാക്ഷനെ പുണ്യശ്ലോകനെ വർണ്ണിക്കും ശ്രീമൽ ഭാഗവതം ശുഭം. ശ്രീമദ് ഭാഗവതം എന്താണ്? ശുഭം. അവിടുന്ന് ആസ്വദിപ്പിച്ചു ഞങ്ങളേവരെയും വിഭോ. ഞങ്ങളേവരെയും, ഇവിടെ കൂടിയിട്ടുള്ള സജ്ജനങ്ങളെ മുഴുവൻ അങ്ങ് ആനന്ദത്തിൽ ആറാടിച്ചു. എന്നിട്ടോ തക്ഷകൻ തൊട്ട മൃത്യുക്കളേതിലും ഭയമില്ലിനി. ഇനി എനിക്ക് മരിക്കാൻ പേടില്ല. തക്ഷകൻ തൊട്ട മൃത്യുക്കളേതിലും ഭയമില്ലിനി. അഭയസ്ഥാനമാം സത്യം കാട്ടിത്തന്നീലയോ ഭവാൻ. അഭയസ്ഥാനമാം സത്യം. ഏതാ അഭയസ്ഥാനം? അവരവരിൽ ഇരിക്കുന്ന ചൈതന്യമാണ് അഭയസ്ഥാനം. അതാണ് ഗുരുവായൂപുരേശൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അവനവൻ്റെ ഹൃദയപത്മത്തിൽ വിരാജിക്കുന്ന സത്യത്തിനെ കാണിച്ചു തന്നു എന്നാണ് പറഞ്ഞത്. തക്ഷകൻ തൊട്ട മൃത്യുക്കളേതിലും ഭയമില്ലിനി. അഭയസ്ഥാനമാം സത്യം കാട്ടിത്തന്നീലയോ ഭവാൻ. പിന്നെ പറയണു, കേൾക്കേണ്ടതിലും കേട്ടേൻ ഇന്ദ്രിയങ്ങൾ അടക്കി ഞാൻ. കേൾക്കേണ്ടതൊക്കെ ഞാൻ കേട്ടു, ഇന്ദ്രിയങ്ങൾ ഇപ്പം എൻ്റെ പക്ഷത്ത് ഒതുങ്ങി നിൽക്കുകയാണ്. ഇതുവരെ ഭ്രമിച്ചിരുന്നിരുന്ന ഞാനിപ്പോൾ ഭ്രമക്ക് വിട്ടു. കേൾക്കേണ്ടതകിലം കേട്ടേൻ ഇന്ദ്രിയങ്ങളടക്കി ഞാൻ. കാമം വേരോടെ അറ്റുള്ളോരുള്ളം കാർവർണ്ണനുണ്ണിയിൽ. എനിക്കിപ്പോൾ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ. എന്താ അത്? കാമം വേരോടെ അറ്റുള്ളോരുള്ളം കാർവർണ്ണനുണ്ണിയിൽ ചേർത്ത് എൻ പ്രാണങ്ങളെ വിടാൻ ആജ്ഞയൊന്നരുളിയിടണം. എനിക്ക് എൻ്റെ ശരീരത്തെ വീഴ്ത്താൻ അങ്ങ് എന്നെ അനുഗ്രഹിക്കണമെന്നാണ്. ഞാൻ എൻ്റെ അതായത് ഈ ശരീരവാസം മതി, അതാ പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ചേർത്ത് എൻ പ്രാണങ്ങളെ വിടാൻ ആജ്ഞയൊന്നരുളിയിടണം. ജ്ഞാനവീരത്തിൽ അജ്ഞാനം നശിച്ചു നിഖിലം ഗുരു. ജ്ഞാനവീരത്തിൽ അജ്ഞാനം നശിച്ചു എന്നാ. അജ്ഞാനം ജ്ഞാനവീര്യത്തിൽ അജ്ഞാനം നശിച്ചു നിഖിലം ഗുരു. ഇതാ കാണുന്നു പരമാനന്ദം കൃഷ്ണപാദാംബുജം. എൻ്റെ സ്മൃതിപഥത്തിൽ ഇപ്പം എന്താ? ഭഗവാന്റെ തിരുപാദപത്മങ്ങൾ. ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ചരണം മമ, ശ്രീകൃഷ്ണ ചരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ. ആ അവസ്ഥയിലേക്ക് എത്തി. ഈ വണ്ണം ആനന്ദനിമഗ്നനായ രാജാവ് പൂജിച്ചു നമസ്കരിക്കെ ബ്രഹ്മർഷി അമ്പാർന്നനുവാദമേയി എണീറ്റ് എഴുന്നള്ളി മുനീന്ദ്രരോടും. അപ്പോൾ അവിടെ ഒരു യാത്ര പറച്ചിൽ നടന്നു. എങ്ങനെ? ഈ വണ്ണം ആനന്ദനിമഗ്നനായ രാജാവ് പൂജിച്ചു നമസ്കരിച്ചു. ബ്രഹ്മർഷി അമ്പാർന്ന് അനുവാദമേയി എണീറ്റ് എഴുന്നള്ളി മുനീന്ദ്രരോടും. വന്ന കുറച്ച് ആൾക്കാരുണ്ട് ശിഷ്യന്മാർ, അവരോടും കൂടി അപ്രത്യക്ഷമായി. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ഏകാശീതിതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഹരേ. നമസ്കാരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ, മനസ്സിലായോ? ഇനി 82-ാം സർഗം പരീക്ഷത്തിൻ്റെ ദേഹത്യാഗം. വേദവിഭാഗം, വേദങ്ങളെ എങ്ങനെയാണ് വിഭജിച്ചത്, പരീക്ഷത്ത് എങ്ങനെയാണ് ദേഹത്യാഗം ചെയ്തത്. ഇപ്പം നമ്മൾ പേജ് 61-ലാണ്, 82-ാമത്തെ പേജിൽ ഈ ശ്രീകൃഷ്ണ കഥാമൃതം കഴിയാൻ പോവാണ്, മനസ്സിലായില്ലേ? അപ്പോൾ 1-ാം ശ്ലോകം. വിഷ്ണുരാധൻ മുകുന്ദാംഗ്രി പത്മത്തിങ്കൽ വിലീനനായി
അപ്പോൾ ഈ പരീക്ഷത്ത് എന്ത് ചെയ്തു? 101% പറയാം ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ലീനമായി എന്ന് പറഞ്ഞാൽ വേറെ ഭക്തനും ഭഗവാനും ഭക്തിയും ഒന്നായി തീർന്നു എന്നർത്ഥം. വിഷ്ണുരാധൻ മുകുന്ദാംഗ്രിപത്മത്തിങ്കൽ വിലീനനായി പ്രാണചേഷ്ടയുടൻ വിട്ട് പ്രാണായാമം നിർത്തി വൃക്ഷം പോലിളകാതെയായി. വൃക്ഷം പോലെ, വൃക്ഷത്തിൻ്റെ സ്കന്ധം എങ്ങനെ ഇളകാം? കാറ്റടിച്ചാൽ കൊമ്പുകളും ഇലകളും ഇളകും, അല്ലാതെ കൊണ്ട് സ്കന്ധം ഇളകില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രാണചേഷ്ടയുടൻ വിട്ട് വൃക്ഷം പോലിളകാതെയായി ഗംഗാതീരത്തിൽ ആ യോഗി പുങ്കവൻ. ഇപ്പോൾ പരീക്ഷത്ത് ആരായി മാറി? യോഗി പുങ്കവൻ. ബ്രഹ്മഭൂതനായി വിളങ്ങിനാൻ വടക്കോട്ട് തിരിഞ്ഞങ്ങിനെ ദർഭയിൽ തക്ഷകൻ ദ്രവിണം നൽകി വിഷഹാരി മുനീന്ദ്രനെ പിന്തിരിപ്പിച്ചു നൃപനെത്തീണ്ടീനാൻ വിപ്രരൂപനായി. അപ്പോൾ ഈ ശുഖബ്രഹ്മ മഹർഷി ഇദ്ദേഹത്തിനെ അനുഗ്രഹിച്ച് അനുഗ്രഹാശിസ്സുകളൊക്കെ ചൊരിഞ്ഞ് അവിടുന്ന് അപ്രത്യക്ഷമാവുമ്പോൾ വേറൊരു സ്ഥലത്ത് തക്ഷകൻ ഒരു ബ്രാഹ്മണനായിട്ട് വരികയാണ്. അപ്പോൾ എതിരെ കശ്യപ മഹർഷി വന്നു. എന്നിട്ട് അവർ തമ്മിലൊരു വാഗ്വാദം ഉണ്ടായി. ആരാ എന്താ ചോദിച്ചപ്പോൾ തക്ഷകൻ സത്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇന്ന ആളെ കൊല്ലാൻ പോവുകയാണ് എന്ന്. നീ കൊന്നാൽ എൻ്റെ വിഷത്തെ എനിക്ക് ഇറക്കാൻ സാധിക്കും എന്ന് പറയാണ്. അപ്പോൾ ഒരു പരീക്ഷണമായാലോ ശരി എന്ന് പറയാണ്. അപ്പോൾ തക്ഷകൻ ഒരാൽമരം കൊത്തി അതങ്ങ് ഉണങ്ങി നീലനിറം ബാധിച്ചു. ഉടനെ കശ്യപൻ എന്ത് ചെയ്തു? കമണ്ടലത്തൊരു ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് കൈകൊണ്ട് ജപിച്ച് അതിൻ്റെ ഇട്ടപ്പോൾ അത് കിളിർത്തു. അപ്പോൾ തക്ഷകൻ മനസ്സിലായി ഇദ്ദേഹം എല്ലാം പോന്നവനാ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അങ്ങയ്ക്കിപ്പോൾ അവിടെ പോയാൽ എന്താ ഉണ്ടാവുക? പരീക്ഷത്തിനെ രക്ഷിച്ചാൽ അങ്ങയ്ക്ക് കുറേ ധനം കിട്ടും. ആ ധനം ഞാൻ തരാം. മാത്രമല്ല പരീക്ഷത്തിൻ്റെ ആയുസ് കഴിയാറായിരുന്നു എന്നുള്ളത് ആരും മനസ്സിലാക്കി? കശ്യപൻ. അപ്പോൾ ഇനി ഞാൻ എന്തിനാ ഒരു വാഗ്വാദത്തിന് അല്ലെങ്കിൽ ഒരു പന്തയത്തിന് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് കിട്ടിയത് വാങ്ങി പോവാണ്. അപ്പോൾ അദ്ദേഹം ഒരു ബ്രാഹ്മണ വേഷധാരിയായിട്ട് ഇവിടെ എത്തുകയാണ്. എവിടെ? നമ്മുടെ പരീക്ഷത്തിൻ്റെ അടുത്ത്. അതാണ് തക്ഷകൻ ദ്രവിണം നൽകി, ദ്രവ്യം നൽകി എന്നർത്ഥം. നൽകി വിഷഹാരി മുനീന്ദ്രനെ, വിഷം ഇല്ലാണ്ട് ചെയ്യാൻ കഴിയുന്ന ആ മുനീന്ദ്രനെ പിന്തിരിപ്പിച്ചു. മുടങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. നൃപനെ തീണ്ടിനാൻ വിപ്രരൂപനായി ബ്രാഹ്മണ വേഷത്തോടു കൂടി വന്നു. ബ്രഹ്മമായി തീർന്ന രാജർഷിയുടെ ദേഹം വിഷാഗ്നിയാൽ വെണ്ണീറായി തീർന്നു. ഞൊടി കൊണ്ടേ വരും നോക്കി നിൽക്കവേ. എല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ ചേഷ്ട ഇല്ലാത്ത പരീക്ഷത്തിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ പ്രാണൻ പോയി കഴിഞ്ഞു. ശരീരത്തിനെ ദക്ഷകൻ ദംശിച്ചു, അത് വെണ്ണീറായി. എല്ലാവരും നോക്കി നിൽക്കെ. ബ്രഹ്മമായി തീർന്ന രാജർഷിയുടെ ദേഹം വിഷാഗ്നിയാൽ വെണ്ണീറായി തീർത്തു. ഞൊടി കൊണ്ടേ വരും നോക്കി നിൽക്കവേ. ആർത്തനാദം അതോടൊപ്പം ജയാരവും എത്രയും. അഹോ കഷ്ടം കഷ്ടം, ആശ്ചര്യം ആശ്ചര്യം എന്ന് ചിലവർ. അപ്പോൾ പരീക്ഷത്ത് ജയിക്കട്ടെ, പാണ്ഡവകുലം അതായത് രക്ഷ പ്രാപിക്കട്ടെ അല്ലേ? അങ്ങനെ മുഴങ്ങും മഞ്ഞിൽ വിണ്ണാട്ടിൽ അത്ഭുതപ്പെട്ടു സർവരും. അപ്പോൾ ദേവലോകത്തുള്ളവർ ഈ തമാശ നോക്കി നിൽക്കുകയാണ്. എങ്ങനെയാണ് പരീക്ഷത്ത് ഭഗവത് പ്രാപ്തി നേടിയതെന്നും ആ ശവത്തിനെ, ഇരിക്കുന്ന ശവത്തിനെ ഈ തക്ഷകൻ എങ്ങനെ വെണ്ണീറാക്കിയെന്നും കണ്ടിട്ട് മുഴങ്ങി മണ്ണിൽ വിണ്ണാട്ടിൽ അത്ഭുതപ്പെട്ടു സർവരും. പിതാവിനെ പാമ്പു തിണ്ടി എന്നോർത്ത് ജനമേ ജയം കോപിച്ചു സർപ്പസത്രത്തെ നടത്തി ചാന്ദിജേന്ദ്രരാൽ. അപ്പോൾ പരീക്ഷത്തിൻ്റെ മകനാണ് ആര്? ജനമേജയ. ശ്ലോകം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, അതാ. അപ്പോൾ പിതാവിനെ പാമ്പു തീണ്ടി എന്നോർത്ത്, ശരിയാണോ? അല്ല, വിഷം തീണ്ടിയിട്ടില്ല. വിഷജ്വാല ശരീരത്തിനെ നശിപ്പിച്ചു.
ജനമേജയൻ കോപിച്ചു സർപ്പസത്രത്തെ നടത്തിനാൻ ദ്വിജേന്ദ്രരാൽ സർപ്പങ്ങൾ വീഴവേ പേടിപൂണ്ട് തക്ഷകൻ ഇന്ദ്രനാൽ സുരക്ഷിതത്വം ആർന്നിയുടെ ദുജന്തൻ മന്ത്രശക്തിയാൽ. അപ്പോൾ ഈ വളരെ കേമന്മാരായിട്ടുള്ള ഋത്വിക്കുകൾ ജനമേജയന് വേണ്ടിയിട്ട് ഹോമം ചെയ്യാം. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇന്ദ്രൻ്റെ കാലടിയിൽ ഇന്ദ്രൻ്റെ സിംഹാസനത്തിൽ ചുറ്റിപ്പറ്റി ഇരുന്നു. അപ്പോൾ ഋത്വിക്കുകൾ എന്ത് ചെയ്തു? ഇന്ദ്രൻ സിംഹാസനത്തോടു കൂടി വീഴട്ടെ. എവിടെ? ഈ അഗ്നിയിൽ എന്ന് പറഞ്ഞാൽ ജനമേജയന് മരണം. അപ്പോൾ സർപ്പങ്ങൾ വീഴവേ പേടി പൂണ്ട തക്ഷകൻ ഇന്ദ്രനാൽ സുരക്ഷിതത്വം മാർന്നിയുടെ ദ്വിജർദൻ മന്ത്രശക്തിയാൽ മഹേന്ദ്രനും തക്ഷകനും വിമാനത്തോടെ വന്നിയിൽ പതിപ്പതായി കണ്ടു പരിഭ്രമിച്ചോതി ബൃഹസ്പതി. മന്ത്രശക്തി കൊണ്ട് പിന്നെ എന്താണെന്നാ പറയാ, ഇന്ദ്രൻ തൻ്റെ സിംഹാസനത്തോടു കൂടിയിട്ട് അഗ്നിയിൽ വീഴാൻ പോവാണ്. അത് കണ്ട് ബൃഹസ്പതി സർപ്പേന്ദ്രൻ ഇവനെ കൊല്ലാനാവില്ലാർക്കും നൃപോത്തമ. സർപ്പേന്ദ്രൻ ഇവൻ, തക്ഷകനെ കൊല്ലാൻ പാടില്ല. ഈ രാജപദവി ഉണ്ട് ആൾക്ക്. സർപ്പേന്ദ്രൻ ഇവനെ കൊല്ലാനാവില്ലാർക്കും നൃപോത്തമാം. ആവോളം അമൃതം സേവിക്കയാൽ അമരനാണിവൻ. തക്ഷകൻ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ഭാഗവതസുത അല്ല, അമൃതസുത. അമൃതം ആകുന്ന സുധ എന്ന് പറഞ്ഞാൽ പിന്നെ അമൃതം തന്നെ കേട്ടോ. എങ്ങനെയായാലും സർപ്പേന്ദ്രൻ ഇവനെ കൊല്ലാനാവില്ല ആർക്കും നൃപോത്തമ. ആവോളം അമൃതം സേവിക്കയാൽ അമരനാണിവൻ. ഇനി ഒരു 3 ശ്ലോകം എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. ഓർക്കേണം ജന്മമൃത്യുക്കളാർക്കും കർമാനുസാരമാം. അതിപ്പോൾ രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും ശരി, എല്ലാവർക്കും ജീവിതം ഓർക്കേണം. ജന്മം മൃത്യുക്കൾ, എപ്പം ജനിക്കും എപ്പം മരിക്കും അത് കർമ്മബലാണ്. അതിനെ തടുക്കാൻ ആർക്കും പറ്റില്ല. ഓർക്കേണം ജന്മമൃത്യുക്കളാർക്കും കർമാനുസാരമാം. ഒരാൾക്കും സുഖദുഃഖങ്ങൾ മറ്റൊരാളല്ല നൽകുവാൻ. എൻ്റെ പോരായ്മയ്ക്ക് ഞാൻ ആരെയും കുറ്റം പറയരുത് എന്ന് പറഞ്ഞാൽ എനിക്ക് വിവരമില്ല എന്ന് പറയും ആൾക്കാർ. അതാണ് ശരി. അതുകൊണ്ട് വിശപ്പ്, ദാഹം, രോഗം, തീയ്, ഇടി, മിന്നൽ, വിഷാദിയാൽ മരിക്കും ജന്തു മുൻ ചെയ്ത കർമ്മത്തിൻ തക്കമാതിരി. നമ്മൾ ഓരോരുത്തരും ചെയ്ത കർമ്മത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ മരണം. സ്വാഭാവിക മരണമാണോ, സംശയാസ്പദമായ രീതിയിലാണോ, സുസൈഡാണോ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓർക്കേണം ജന്മമൃത്യുക്കളാർക്കും കർമാനുസാരമാം. ഒരാൾക്കും സുഖദുഃഖങ്ങൾ മറ്റൊരാളല്ല നൽകുവാൻ. വിശപ്പ്, ദാഹം, രോഗം, തീയ്, ഇടി, മിന്നൽ, വിഷാദിയാൽ മരിക്കും ജന്തു മുൻ ചെയ്ത കർമ്മത്തിൻ തക്കമാതിരി. ആ മട്ടിൽ അല്ല കുഞ്ഞേ നിൻ പിതാവ് അനുഗ്രഹീതനാം. ഇപ്പോൾ ഇവിടെ പരീക്ഷത്ത് ശരിക്ക് അനുഗ്രഹീതനാണ്. കാരണം എന്താ? ഇനി അദ്ദേഹത്തിന് ജനനമില്ല, അദ്ദേഹം മോക്ഷം പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മട്ടിൽ അല്ല കുഞ്ഞേ നിൻ പിതാവ് അനുഗ്രഹീതനാം. നിഷ്പാപർ വെന്തു നീറുന്നു നിർത്തുകീയാഭിചാരികം. ഒരു കുറ്റം ചെയ്യാത്ത ആൾക്കാർ പോയി നിൻ്റെ ഹോമാഗ്നിയിൽ ഹോമിക്കപ്പെടുന്നു. അവരെന്ത് തെറ്റാ ചെയ്തിരുന്നത്? അതുകൊണ്ട് വേഗം ഈ സർപ്പയജ്ഞം നിർത്തൂ എന്ന് പറഞ്ഞു. ദ്രോഹിക്കായ ആരെയും പ്രാരബ്ധങ്ങളാൽ ഉന്മതേ വരും. ആരെയും ദ്രോഹിക്കരുത്. ദ്രോഹിക്കായ ആരെയും പ്രാരബ്ധങ്ങളാൽ ഉന്മതേ വരും. ഋഷിവാക്യത്തെ മാനിച്ച് നിന്യമാം തൊഴിൽ വിട്ടുടൻ ബൃഹസ്പതിയെ വന്നിച്ചു പൂജിച്ചാൽ നൃപനന്ദനൻ. ജനമേജയൻ സർപ്പയജ്ഞം നടത്തി. പിന്നെ ഇന്ദ്രനെയും ബൃഹസ്പതിനെ, ദേവഗുരുവിനെ പൂജിച്ചു, നമസ്കരിച്ചു. കോപത്താലത്രയും സർപ്പങ്ങളെ കൊന്നിടുമോ നൃപൻ. കോപം കൊണ്ടല്ലേ? അതാണ് ധർമാർത്ഥ കാമ മോക്ഷം. അതിന് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? കാമക്രോധ മത മത്സര ലോഭ ഭയാദികളെ നമ്മളെ ത്യജിക്കണം. അപ്പോൾ കോപത്താലത്രയും സർപ്പങ്ങളെ കൊന്നിടുമോ നൃപൻ. ഇനി അവിടുത്തെ ശേഷം എന്താ പറഞ്ഞത്? വിപ്രന്മാരാകിൽ ഈ വണ്ണം ആഭിചാരങ്ങൾ ചെയ്യുമോ. ശുദ്ധ ബ്രാഹ്മണന്മാർ ആഭിചാരക ക്രിയകൾ ചെയ്യാൻ പാടില്ല.
നമ്മളും ചെയ്യാൻ പാടില്ല. ബ്രാഹ്മണത്വമുള്ള ആരും ഈ മറ്റുള്ളവൻ നശിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. വിപ്രന്മാരാകിൽ ഈ വണ്ണം ആഭിചാരങ്ങൾ ചെയ്യുമോ ശങ്കിക്കായ ഇത് അല്ല എന്തും സ്വഭാവ്യം വിഷ്ണുമായയാൽ. ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ആരെന്ത് ചെയ്യണം എന്നുള്ളത് ആരാ നിയന്ത്രിക്കണത്? ജഗദീശ്വരൻ. എന്നിട്ട് വിഷയങ്ങളിൽ മാധുര്യം വിദ്വാൻമാരിലും ഈ വിധം വിഷയങ്ങളിൽ മാധുര്യം വിദ്വാൻമാരിലും ഈ വിധം കാണിച്ചു വിഷമിപ്പിക്കും അവൾ ഈശ്വരശക്തിയാം. ഈ മായ എന്ന് പറഞ്ഞെന്താ? അത് ഈശ്വരൻ്റെ ഒരു ശക്തിയാണ്. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ നമ്മൾക്ക് ആ മായയെ അതിജീവിക്കാൻ പറ്റുള്ളൂ. അതിക്രമിക്കവയ്യ ആർക്കും ദുരത്യയമായയെ എമ്മട്ടുണ്ടാം ഏതാനും ഓർക്കാനും മരുദേവനും. എങ്ങനെയാണ് മായ വരണത്? മായയുടെ ശക്തി എന്താണ്? ഇതൊക്കെ ഊഹിക്കാം, എന്താണെന്ന് പറയുക, അനുമാനിക്കാം എന്നല്ലാതെ കണ്ട് ആർക്കും സ്പഷ്ടമായിട്ടൊന്നും പറയാൻ പറ്റില്ല അതിൽ. ആകയാൽ അവളോടാർക്കും ആകാൻ നേരിട്ടെതിർക്കുവാൻ ഈശ്വരോപാസനം കൊണ്ടല്ലാതെ നീങ്ങുക ഇല്ല ഇവൾ. ഈ മായയെ തിരസ്കരിക്കാൻ, അല്ലെങ്കിൽ മായ നമ്മൾക്ക് വഴി തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വഴിയിൽ നിന്ന് വിട്ടുപോകണം മായ്ക്കച്ചാൽ ഈശ്വരോപാസന അല്ലാണ്ട് വേറൊരു വഴിയില്ല. അവിടെ 1000 ലക്ഷങ്ങൾ കൊടുത്താലും കോടി കൊടുത്താലും ശരി. അതാ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആകയാൽ അവളോടാർക്കുമാകാൻ നേരിട്ടെതിർക്കുവാൻ ഈശ്വരോപാസനം കൊണ്ടല്ലാതെ നീങ്ങുകയില്ല ഇവൾ. അകതാരിൽ അഹങ്കാരം അണിയുന്നോരിലെത്രയും അകതാരിൽ അഹങ്കാരം അണയുന്നോരിലെത്രയും ഇഷ്ടം പോലെ വിരാജിച്ചു വിലസും വിശ്വമോഹിനി. വിശ്വത്തെ മോഹിപ്പിക്കുന്നവള്. എത്രത്തോളം നമ്മൾ ഈശ്വര കിങ്കരന്മാരായി തീരണോ അത്രത്തോളം നമ്മളെ അനുഗ്രഹിക്കും. ഭഗവത് ഭാവമുൾക്കാമ്പിൽ കവിഞ്ഞൊഴുകിയിടും വരെ. മായയുടെ പ്രസക്തി ഏതുവരെയുള്ളൂ? ഭഗവത് ഭാവം ഉൾക്കാമ്പിൽ കവിഞ്ഞൊഴുകിടും വരെ ഏവരായാലും ഒട്ടേറെ വിഷമിപ്പിക്കുമെങ്കിലും, വളരെയധികം വിഷമിപ്പിക്കും. പക്ഷെ അന്തിമ ഫലം നമുക്ക് പോസിറ്റീവായിട്ട് വരും. സർവേശ്വരൻ്റെ പരിപാവന നാമങ്ങൾ കേൾക്കുകിൽ, സർവേശ്വരൻ്റെ പരിപാവന നാമങ്ങൾ കേൾക്കുകിൽ വിറച്ച് ഒതുങ്ങിയും കൊണ്ടേ പെരുമാറിടും. ആകയാൽ ആര്? മായ. നാരായണ 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 എന്നിങ്ങനെ ഉച്ചത്തിൽ മനംനൊന്ത് വിളിച്ചാൽ, അല്ലെങ്കിൽ മനംനൊന്ത് പ്രാർത്ഥിച്ചാൽ ആര് വഴിമാറും? മായ വഴിമാറും. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ എന്ന് പാടാൻ സാധിക്കണം. എന്നാലോ മായ നമ്മളെ ഒന്നും ചെയ്യില്ല. പിന്നെ പറഞ്ഞു, തുച്ഛമാം വ്യക്തിഭാവത്തിൽ മാലിന്യം നീക്കി മാനുഷൻ. തുച്ഛമാം വ്യക്തിഭാവത്തിൻ മാലിന്യം നീക്കി മാനുഷൻ ഭഗവത് ഭാവമാർജിപ്പാൻ പ്രയത്നിക്കണം. ആ വിധം എന്തെല്ലാം വില കൊടുത്തിട്ടായാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? തുച്ഛമാം വ്യക്തിഭാവത്തിൽ മാലിന്യം നീക്കി മാനുഷൻ ഭഗവത് ഭാവമാർജിപ്പാൻ പ്രയത്നിക്കണം. ആ വിധം പ്രയത്നിക്കണം. മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും പരിശ്രമിക്കണം. ഭക്തി സാധനയാലുള്ളിൽ ഈശ്വരൻ വിളയാടുകിൽ. ഈശ്വരൻ എക്സിറ്റ്സ് എവിടെ? അന്തര്യാമിയായിട്ടും ഗൂഢസ്ഥനായിട്ടും സർവജീവ ഗുഹാശയനായിട്ടും. പക്ഷേ ആ ഈശ്വരൻ കൃപ കാണിച്ചാൽ, ഈശ്വരൻ്റെ കൃപാകടാക്ഷം വാർദ്ധക്യത്തിൽ ആരാസ്വദിക്കുന്നു അവരൊക്കെ രക്ഷപ്പെടും. അതാണ് ഭക്തി സാധനയാലുള്ള ഈശ്വരൻ വിളയാടുകിൽ വിഷയാഭിനിവേശം വിട്ട് എത്രയും ശുദ്ധനാവുകിൽ. അപ്പോൾ ഇതൊക്കെ പരീക്ഷിത കാലഹരണം ചെയ്യപ്പെട്ടതിൻ്റെ ശേഷമുള്ള കഥകളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭക്തി സാധനയാലുള്ളിൽ ഈശ്വരൻ വിളയാടുകിൽ വിഷയാഭിനിവേശം വിട്ടത്രയും ശുദ്ധനാവുകിൽ. വിഷയ അഭിനിവേശം വേണ്ട, ആ അഭിനിവേശം വേണ്ട. അവരെ കാണെങ്കിൽ
നിൻ എന്താണ് പിൻവാങ്ങുന്ന അവരെ കാണിൽ നാണിച്ചു പിൻവാങ്ങും ഭീതി പൂണ്ടവൾ അരെ മായാദേവി. മായാകാര്യങ്ങളാം ലോകവിഭ്രാന്തികൾ മുഴക്കയും അകന്ന് ആ മഹിതാത്മാക്കൾ ആനന്ദവിനിമഗ്നരാം. കർമ്മമോ ദേഹമോ രണ്ടാലുളവാകും സുഖാദിയോ. കർമ്മമോ ദേഹമോ രണ്ടാലുളവാകും സുഖാദിയോ. ദേവമർത്യാദിയാം പേരോ മാനിക്കാത്ത മനീഷികൾ. രാഗദ്വേഷാദിയും ശത്രുമിത്രത്വാദിയും മുറ്റുടൻ. ഒരു ക്ലോസാണത്. ദേവമർത്യാദിയാം പേരോ മാനിക്കോത്ത മനീഷികൾ. രാഗദ്വേഷാദിയും ശത്രുമിത്രത്വാദിയും മുറ്റുടൻ. മനസ്സിൻ നിളയെ നീങ്ങി മിന്നും ആ ഭാഗ്യശാലികൾ. ആ മഹാവസ്ഥയാം നേടേണ്ടത് ജീവൻ ജഗത്തിൽ പണ്ടുള്ള മുനിമാരെല്ലാം പ്രയത്നിച്ച് അതിരൊന്നിനാം. ഭഗവദ്ധ്യാന സൗഭാഗ്യം മർത്യൻ്റെ പരമാശ്രയം. ഓരോരുത്തരും അവശ്യം എന്ത് ചെയ്യണം? ഓരോരുത്തരും അവശ്യം ഭഗവദ്ധ്യാന സൗഭാഗ്യം മർത്യൻ്റെ പരമാശ്രയം. ഏറ്റവും വലിയ ആശ്രയം ഭഗവദ്ധ്യാന സൗഭാഗ്യം അല്ലാന്ന് പറയരുത്. അനാത്മകങ്ങളാം മായാവിഭ്രമങ്ങൾ നശിക്കയാൽ. അനാത്മകങ്ങളാം ആത്മാവല്ലാത്ത മായാവിഭ്രമങ്ങൾ നശിക്കയാൽ ഈശ്വരൻ മാത്രം ഉൾക്കാമ്പിൽ വിളയാടിയിടും ആ നില. ഓരോ വ്യക്തികളും എന്ത് ചെയ്യുന്ന പറഞ്ഞത് അതാ. അപ്പോൾ അനാത്മകങ്ങളാം മായാവിഭ്രമങ്ങൾ നശിക്കയാൽ ഈശ്വരൻ മാത്രം ഉൾക്കാമ്പിൽ വിളങ്ങിയിടും ആ നില. അതാം വൈഷ്ണവമെന്നേതും. അതാണ് വൈഷ്ണവ സിദ്ധാന്തം. അതാം വൈഷ്ണവമെന്നോതും പരമോത്കൃഷ്ടമാം പദം. ദേഹം ഞാൻ ഗൃഹം എൻ്റേത് ഈ വക ദൂർഭാവം ഒക്കെയും അകറ്റും പുണ്യവാൻ പ്രാപിച്ചിടും ഈ ഭഗവത് പദം. ഇതിന് എളുപ്പമായുള്ളാരൂപായം മുര ചെയ്തിടാം. അകറ്റും പുണ്യവാൻ പ്രാപിച്ചിടും ഈ ഭഗവത് പദം. ഇതിനെളുപ്പമായുള്ളൊരു ഉപായം അരുൾ ചെയ്തിടാം. അതായത് ഭഗവാനെ എങ്ങനെ അവരവരുടെ ഹൃദയ പത്മത്തിൽ വെച്ച് ആരാധിക്കും അതിനുള്ള വഴി പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ നിർത്താം. 31-ാമത്തെ ശ്ലോകത്തിൻ്റെ അവിടെ നമ്മൾ നിർത്തി. അപ്പം ഇനി ഭാഗം എന്തായിട്ട് വരും? ഭാഗം 827 ഇപ്പോൾ കഴിഞ്ഞത്. 828-ാമത്തെ ഭാഗം നമ്മൾക്ക് അടുത്ത ദിവസത്തേക്ക് വയ്ക്കാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും നമ്മുടെ പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.